ഗായ്സ്, ഇന്ന് നമ്മൾ പുതിയൊരു ബട്ടർഫ്ലൈ, അതായത് 3D പോലെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു റെയിൻബോ ടൈപ്പ് ബട്ടർഫ്ലൈ ആണ് നമ്മളിന്ന് സ്റ്റിച്ച് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ മെറ്റീരിയൽ എന്ന് വെച്ചാൽ ഈ ഗോൾഡനും ബ്ലൂവും കൂടെ മിക്സ് ചെയ്ത കട്ട് ബീഡ്സ് ഒക്കെ. ഇത് ഞാൻ സീക്വൻസ്, ഗോൾഡൻ സീക്വൻസ്, ഇതിനകത്ത് പല റെയിൻബോ ടൈപ്പ് സീക്വൻസ് കിട്ടും. അത് ഗോൾഡൻ, ഇപ്പോൾ നമ്മളിൽ എന്താ മെറ്റീരിയൽ വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു സാധനം നന്നാക്കാം എന്നാണ് നമ്മുടെ ഒരു തോട്ട്. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു ഗോൾഡൻ മെറ്റീരിയലായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഗോൾഡൻ, ഇത് കുറച്ചുകൂടി ഷൈനി വേണമെങ്കിൽ റെയിൻബോ തരത്തിലുള്ള നമുക്ക് സീക്വൻസ് കിട്ടും. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഗോൾഡാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ സർദോസി ഉപയോഗിച്ചിട്ടുണ്ട്. സർദോസി ഇതിനതിലും കളേഴ്സ് കിട്ടും, ബ്രൗണ്, ബ്ലൂ, അങ്ങനെ. അപ്പോൾ എൻ്റെ കയ്യിൽ ഗോൾഡൻ ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ ഗോൾഡൻ വെച്ചിട്ട്. ഗോൾഡൻ അല്ലാണ്ട് ഇപ്പോൾ ഈ സർദോസിയിലേക്കതിൽ നമുക്കിപ്പം ഗോൾഡ്, അത് കഴിഞ്ഞ് ബ്രൗണ്, ഗോൾഡ് ബ്രൗൺ, അങ്ങനെ വെച്ചാലും കുറച്ചും കൂടെ നല്ല ഷൈനിങ് ആയിട്ട് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് കുറച്ചുകൂടെ ഈ ബട്ടർഫ്ലൈനെ ഗ്രാൻഡ് ആക്കാം. പിന്നെ എന്താണ്, ഇവിടെ നമ്മൾ ത്രെഡ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. വെച്ചാൽ നമ്മൾ സിൽക്ക് ത്രെഡാണ് ഇതിനകത്തിലെല്ലാം. ഇപ്പോൾ നമുക്ക് കയ്യിൽ ഇപ്പോൾ ഞാൻ ഇതിനകത്തുണ്ട് ഒരു 4 കളർ യൂസ് ചെയ്യും. ഇപ്പോൾ ഒരു 5, 6 ഒക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും ഇതിനകത്ത്. അപ്പോൾ റെയിൻബോൻ്റെ 7 കളർ നമുക്ക് ഇതിനകത്ത് വേണമെങ്കിലും ആക്കാം. അപ്പം നമ്മുടെ കയ്യിൽ ഉള്ള മെറ്റീരിയൽ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ റെയിൻബോ പോലെ ഒരു ബട്ടർഫ്ലൈനെ ബ്യൂട്ടിഫുൾ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനെ പറ്റിയിൽ നമ്മൾ ഇതിന് ചുറ്റും ചെയിൻ സ്റ്റിച്ചാണ് കൊടുത്തത്. അങ്ങനെ ആകുമ്പോൾ ഒരു 3D എഫക്റ്റ് കിട്ടും. അപ്പം ഇങ്ങനെ നോക്കിയാലും നല്ല ഭംഗിയുണ്ടാവും, ഇങ്ങനെ നോക്കിയാലും നല്ല ഭംഗിയുണ്ടാവും. പിന്നെ ഞാൻ 2 ടൈപ്പിലുള്ള ചിറകാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് ഇങ്ങനെയുള്ള ഒരു ചിറക് വെച്ചിട്ട് ഒരു ബട്ടർഫ്ലൈ, മറ്റേ വേറെ സൈഡിൽ നമുക്ക് ഒരു റൗണ്ട് ഷേപ്പിൽ കൊടുത്തു. അപ്പോൾ 2 ടൈപ്പിലുള്ള ബട്ടർഫ്ലൈ. ഇപ്പോൾ നമുക്ക് ഈ ടൈപ്പ് ബട്ടർഫ്ലൈയും ആക്കാം, ഇതും ആക്കാം. പിന്നെ ആണെങ്കിൽ നടുക്ക് നമ്മൾ മുത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ മുത്ത് ഒട്ടിക്കുകയാണ് ചെയ്തത്. പിന്നെ അതിൻ്റെ ഇടയ്ക്കൂടെ സർദോസി കൊടുത്തിട്ടുണ്ട്, പിന്നെ സ്റ്റെയിൻ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. 2 ഗോൾഡൻ ബീഡ്സ് തന്നെയാണ് ചെയ്തേക്കുന്നത് കേട്ടോ. ഇതിനകത്തിൽ നമ്മൾ പിന്നെ ഈ എന്താണ്, ഇവിടെ നമ്മൾ ഈ ത്രെഡിന് പകരം നമുക്ക് ഗോൾഡൻ ത്രെഡ് അല്ലെങ്കിൽ നൈലോൺ ത്രെഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഈ സീക്വൻസ് ചേർക്കുമ്പോൾ ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കുമ്പോൾ ഗോൾഡൻ ത്രെഡ് യൂസ് ചെയ്യും. ഞാൻ ഇതിനകത്തിൽ നൈലോൺ ത്രെഡാണ് കൂടുതലും ഉപയോഗിച്ചിരിക്കുക. കാരണം ഈ വെളിയിലേക്കൊന്നും ഇങ്ങനെ എന്താണ് ത്രെഡ് പൊങ്ങിയിരിക്കുന്നത് കാണാതിരിക്കാൻ വേണ്ടി. ഇനിയിപ്പോൾ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണമല്ലോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ബ്യൂട്ടിഫുള്ളായിട്ടൊരു ബട്ടർഫ്ലൈനെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് ബ്ലൗസിലൊക്കെ, വൈറ്റ് കളർ ബ്ലൗസിലൊക്കെ നമുക്ക് നല്ല ബാക്കിലും ഫ്രണ്ടിലും കയ്യിലും ഒക്കെ നമുക്ക് ബ്യൂട്ടിഫുള്ളായിട്ടൊരു ബട്ടർഫ്ലൈനെ സ്റ്റിച്ച് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഞാൻ പടം നിങ്ങളെ കാണിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ബട്ടർഫ്ലൈ നമ്മൾ ഇതുപോലെ വരച്ച് ഇങ്ങനെ എടുക്കാം, കണ്ടോ? അതുപോലെ നമുക്കിങ്ങനെ ആദ്യമൊക്കെ വരയ്ക്കുന്ന ഒരു പേപ്പറിലൊക്കെ ഒന്ന് വരച്ച് നോക്കിയ ശേഷം, ഇതുപോലൊരു പേപ്പറിൽ വരച്ച ശേഷം നമ്മളുടെ മെറ്റീരിയൽ എന്താണ്, ബ്ലൗസിലാണെങ്കിലും ഞാൻ പെൻസിൽ വെച്ചിട്ടല്ല ചെയ്തേക്കുന്നത്, പേന വെച്ചിട്ട് വരച്ചിരിക്കുന്നതാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ ക്യാമറയിലൊന്ന് കാണാൻ വേണ്ടി. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് പെൻസിൽ വെച്ചിട്ട് വരച്ച് നല്ല ഷേപ്പിലാക്കിയിട്ട് നമുക്ക് ഇത് ഫില്ല് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഒരു ഭാഗം നമ്മളിങ്ങനെ വർക്ക് ചെയ്ത് ഫില്ലാക്കിയിട്ടുണ്ട്. അപ്പം ഒരു സീക്വൻസ് എടുക്കുക. ഫസ്റ്റ് നമ്മൾ സീക്വൻസ് എടുക്കുക. ഇതുപോലത്തെ ഗോൾഡൻ ത്രെഡ് എടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ ഈ ത്രെഡ് ഇവിടെ ലോക്ക് ചെയ്യണം. ലോക്ക് ചെയ്ത ശേഷം ഇതിങ്ങനെ എടുക്കുക. ഡ്രോ ചെയ്തേക്കുന്നതിൻ്റെ സൈഡിൽ തന്നെ ഒരു ലോക്ക് കൊടുക്കുക. അതിന് ശേഷം അടുത്തത് എടുക്കുക. അങ്ങനെ ഓരോന്ന്. അപ്പോൾ എടുത്ത് കഴിഞ്ഞ ശേഷം ഇതിൻ്റെ അണ്ടറിൽ സൈഡിൽ മാത്രമേ നമ്മൾ കുത്താപ്പ. അങ്ങനെയാണെങ്കിൽ ഇത് അടുത്തടുത്ത് വർക്കുകൾ വരും. അതായത് ഇപ്പോൾ കാണിക്കാം. ഇതൊരു ത്രെഡാണ്, നമ്മളൊരു ത്രെഡ് എടുത്ത് അതിന് ശേഷം നമ്മളൊരു സീക്വൻസ് എടുത്തു. അതിനുശേഷം നമ്മൾ അതിൻ്റെ അടിഭാഗം നോക്കി, കുറച്ച് ലൂസ് കൊടുക്കണം. അതിൻ്റെ അടിഭാഗം നോക്കി നമ്മൾ ഒരു സ്റ്റെയിൻ സ്റ്റിച്ച് കൊടുത്തു. അപ്പോൾ ഇങ്ങനെ തട്ടായിട്ട് ഇങ്ങനെ വരും. ഇതുപോലെ അടുത്തത് എടുക്കുക. അതിന് ശേഷം നമ്മളിങ്ങനെ എടുക്കുക.
ഇതിൻ്റെ അടിഭാഗത്ത് നോക്കിയിട്ട് കുത്തെടുക്കുക. ഇങ്ങനെ തട്ടായിട്ട് ഇങ്ങനെ സ്റ്റെപ്പായിട്ട് വരും. അപ്പം നമുക്ക് ഇതിങ്ങനെ കട്ട് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ഇതുപോലത്തെ സർദോസിയുടെ ഒരു ചെറിയൊരു പീസ് എടുത്ത ശേഷം ഓരോ ഇഞ്ച് വെച്ചിട്ട് ഓരോ വെച്ചിട്ട് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുക്കാം. ഇതുപോലത്തെ സർദോസിയിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ സ്പ്രിങ് ചെയ്ത്, ഇത് സ്പ്രിങ് ഒത്തിരി വലിക്കരുത്, ചെറുതായിട്ടൊന്ന് ഇങ്ങനെ സ്പ്രിങ് ചെയ്തിട്ട് അതുപോലെ ചെറിയ പീസായിട്ട് നമുക്കിവിടെ എല്ലാം ഫില്ല് ചെയ്യണം. അപ്പോൾ ആദ്യമേ ഞാനിവിടെ ഒരെണ്ണം ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾ കാണിക്കുന്നുണ്ട് കേട്ടോ. എന്നുവെച്ചാൽ ഇതൊന്ന് പൊങ്ങി നിൽക്കാൻ വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, അടുത്തത് ചെറിയ പീസ് എടുക്കുക, ഇതുപോലത്തെ ചെറിയ പീസ് എടുക്കുക, ഇങ്ങനെ കുത്തുക. ഇത് ബിഗിനേഴ്സ് ആയിട്ടുള്ള ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള സ്റ്റിച്ചാണ്. ഇതുപോലത്തെ സ്റ്റിച്ച് എടുക്കുക. അല്ലാത്തവർക്ക്, പ്രാക്ടീസ് ഉള്ളവർക്ക് അല്ലാതെ ലെന്ത് വൈസ് ഇങ്ങനെ കുത്തി പോകാൻ പറ്റും കേട്ടോ. അതിനുശേഷം അടുത്ത ചെറിയ ഒരു പീസ് എടുക്കുക. അങ്ങനെ നമ്മൾ ഇത് മൊത്തം ഫില്ല് ചെയ്ത് ഇവിടം വരെ കവർ ചെയ്യും. അപ്പോൾ അടുത്ത നമ്മൾ നിങ്ങൾ ചെയ്യുന്നത് വെച്ചാൽ ഈ 2 സർദോസി വെച്ചിട്ട് ഇവിടെ ഫുള്ള് ഫില്ല് ചെയ്യുക. അപ്പോൾ നമ്മൾ ചെറിയ സർദോസി ഇത് ചെറുതായിട്ട് നമ്മുടെ ഇതിൻ്റെ സൈസിനനുസരിച്ച് കട്ട് ചെയ്ത് ഇങ്ങനെ ചെറിയ പാർട്സ് ആക്കി വെക്കാം. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യും, ഓരോ സർദോസി എടുക്കുക. അതിനുശേഷം ഇങ്ങനെ വെക്കുക. കേട്ടോ, ഇങ്ങനെ എടുത്ത ശേഷം ഇതിൻ്റെ ഈ ഡ്രോ ചെയ്തതിൻ്റെ ആ മാർക്കിൽ തന്നെ നമ്മൾ കുത്തിയിട്ട് 2 ലോക്ക് സ്റ്റിച്ച് കൊടുക്കണം. കണ്ടോ? അപ്പോൾ ഇങ്ങനെ കവറായി ബൾജായിട്ട് ഇങ്ങനെ പൊങ്ങി നമുക്ക് വേണമെങ്കിൽ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് പൊക്കി നോക്കാം. അങ്ങനെ ഇത് ഫുള്ള് നമ്മൾ ഫില്ല് ചെയ്യും. അടുത്തത് നമ്മൾ ഇതുപോലെ ചെറിയ കട്ട് ബീഡ്സ് സർദോസി എടുക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനകത്ത് ഇങ്ങനെ കയറ്റും. എന്നിട്ട് അടുത്ത ലെഫ്റ്റ് ഇതിൽ കുത്തി ഇറക്കിയ ശേഷം നമ്മൾ 2 വട്ടം ലോക്ക് സ്റ്റിച്ച് കൊടുക്കണം, അല്ലെങ്കിൽ ഇതങ്ങ് ഇളകി വരും കേട്ടോ. കണ്ടോ? ഇതുപോലെ തട്ടായിട്ട് ഇവിടം വരെ നമ്മൾ ഫില്ല് ചെയ്യണം. അപ്പോൾ നമ്മളിങ്ങനെ ഇതുപോലത്തെ സർദോസി എടുത്തിട്ട് നമ്മൾ ഇവിടെ ഒരു ത്രെഡ് എടുക്കണം. ത്രെഡ് എടുത്തിട്ട് നമ്മൾ പയ്യെ കറക്കി കൊടുക്കണം. അടുത്ത നമ്മൾ കുത്തണം. നമ്മളിങ്ങനെ പയ്യെ കറക്കി കൊടുക്കുക. അടുത്തൊരു സ്പോട്ട് നോക്കിയിട്ട് കുത്തുക, കറക്കുക, പിന്നെ കുത്തുക. പിന്നെ അടുത്ത് നമ്മൾ ചെറിയൊരു ഇതുപോലത്തെ ഒരു ചെറിയൊരു പീസ് എടുക്കുക, കുഞ്ഞ്, ഇതിൽ ചെറിയ കുഞ്ഞ്. നോക്ക്, ഇതുപോലത്തെ ചെറിയ പീസ് എടുത്തിട്ട് ഇതിലേക്കൂടെ കയറ്റുക. കാരണം നമുക്ക് ഇച്ചിരി ലെന്ത് മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുത്തുക, ഫിനിഷ് ചെയ്യുക. എന്നിട്ട് ഇതിനെ ലോക്ക് ചെയ്യുക. എന്നിട്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതുപോലത്തെ സ്റ്റോണ്, വൈറ്റ് കളർ സ്റ്റോൺ നമുക്ക് വാങ്ങി കിട്ടും. ഈ വൈറ്റ് കളറിലെ പേളുണ്ടല്ലോ, ഇത് ഇവിടെ നമ്മൾ സ്റ്റിക്ക് ചെയ്യും. അതായത് നമുക്ക് ഇവിടെ ഒട്ടിച്ചതുപോലെ ഇവിടെയും നമുക്ക് ഒട്ടിക്കാം. ചെറുതായിട്ട് ഇച്ചിരി ഒന്ന് ടച്ച് ചെയ്താൽ മതി. ഇതിൽ ഇതാ നമ്മൾ ഒട്ടിക്കാനൊക്കെ എല്ലാത്തിനും സ്റ്റോൺ വർക്കിനൊക്കെ വാങ്ങുന്നത്. ഐ തിങ്ക് ഇത് 30 റുപ്പീസേ ഉള്ളൂ. നല്ല സാധനമാണ് ഒട്ടിക്കാനൊക്കെ. അപ്പം നമ്മൾ പയ്യെ ഇത് ആക്ച്വലി സ്റ്റോണല്ല, ഇതൊരു മുത്താണ്. മുത്തിൻ്റെ അതെ, പകുതിയില്ല പകുതിയുണ്ട്. അങ്ങനെ അതിനെ നമ്മൾ ഇതിനകത്തിലേക്ക് കയറ്റി ഒട്ടിക്കാം. ഒരു 2-3 മിനിറ്റ്സിനുള്ളിൽ തന്നെ ഇത് ഒട്ടിയിരിക്കും.
അതിനുശേഷം നമ്മളിവിടെ എന്ത് ചെയ്യും, സർദോസ് വെച്ചിട്ട് ഈ ഭാഗങ്ങളെല്ലാം ഫില്ല് ചെയ്യും. ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഗോൾഡിന് പകരം ഒരു ബ്രൗണ് ഗോൾഡ് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. എൻ്റെ ഇപ്പം ഗോൾഡാണ് അവൈലബിൾ. സോ നമ്മൾ ഗോൾഡ് വെച്ചിട്ട് ഈ ഭാഗങ്ങളിൽ സർദോസ് വെച്ച് ഫില്ല് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇതുപോലെ സർദോസി ഈ ഈ ചിറകിൽ നമ്മൾ വെക്കണം. അപ്പം ആദ്യം നമ്മൾ ഒരു സ്റ്റിച്ച് ലോക്ക് ചെയ്ത ശേഷം മാത്രമേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാവൂ. അപ്പോൾ നമ്മൾ എത്ര ലെന്ത് വേണോ അതനുസരിച്ച് സർദോസി എടുക്കുക. സൈഡിൽ നമ്മൾ ഡ്രോ ചെയ്തേക്കുന്ന സൈഡിൽ വരയ്ക്കുക. 2 ലോക്ക് കൊടുക്കുക എന്ന് വെച്ചാൽ സർദോസി അവിടെ സ്ട്രോങ് ആയിട്ടിരിക്കാൻ വേണ്ടി കേട്ടോ. അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ സൈഡിൽ അതായത് ഒരു 1 mm ഡിസ്റ്റൻസിൽ ഇതിൻ്റെ അടിഭാഗം നോക്കി കുത്തിയിട്ട് എടുക്കാം. എടുത്തതിന് ശേഷം നമ്മൾ അതുപോലെ അതേ ഹൈറ്റിലുള്ള സർദോസി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇടുക ഇങ്ങനെ. അങ്ങനെ ഓരോ സർദോസിയും ഇങ്ങനെ ഇവിടെ കുത്തി അടുത്ത സർദോസി അതുപോലെ എല്ലാ സർദോസികളും കുത്തി ഇവിടെ ഫില്ല് ചെയ്യാം. അപ്പം നമ്മൾ ഇതുപോലത്തെ ഡിഫറെൻറ്റ് കളറാണ് ഇവിടെ നമ്മൾ തയ്ക്കാൻ പോകുന്നത്, സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. കാരണം ഇപ്പോൾ ഈ ബട്ടർഫ്ലൈൻ്റെ ഇവിടെ ചെയ്തിട്ടില്ലേ, അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്ര മാക്സിമം ത്രെഡ് ഉപയോഗിക്കാൻ പറ്റുമോ അത്രയും നമുക്ക് ഉപയോഗിക്കാം. ഇതുപോലത്തെ സിൽക്ക് ത്രെഡാണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യമേ ഇവിടെ ഒരു ത്രെഡ് എടുക്കുക. അതിന് ശേഷം നമ്മൾ ഈ ഫ്രണ്ടിലേക്ക് കൊണ്ടുപോയി ഇവിടെ ഒരു കുത്ത് കൊടുക്കുക. അതിന് ശേഷം അതിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടു കൊടുക്കുക. അതിന് ശേഷം അതേ സെയിം ത്രെഡ് നമ്മൾ ആദ്യം കുത്തിയെടുത്ത് കൊടുക്കുക. പിന്നെ അതിന് ശേഷം കുറച്ചുകൂടെ എത്ര ലെങ്താണ് എത്ര വിഡ്ത്താണ് വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് നമുക്ക് ത്രെഡ് ഫ്രണ്ടിലോട്ടും ബാക്കിലേക്കും കൊണ്ടുവന്ന് നമുക്ക് ഫില്ല് ചെയ്ത് തരാം. ഇങ്ങനെ പോകും. നമ്മൾ 2 ത്രെഡ് വർക്ക് ഇവിടെ ചെയ്ത് കഴിഞ്ഞ് പർപ്പിളും കഴിഞ്ഞു, റെഡും കഴിഞ്ഞു. ഇത് രണ്ടും നിങ്ങൾ ത്രെഡ് ചെയ്ത് കാണിക്കുമ്പം നിങ്ങൾക്ക് ക്ലിയർ ആവാത്ത കാരണം നമ്മളിപ്പോൾ യെല്ലോ ത്രെഡ് ചെയ്യുമ്പോൾ കാണിക്കണം. ആദ്യം നമ്മൾ ഇവിടുന്ന് ഒരു ത്രെഡ് എടുത്ത ശേഷം ഇവിടെ ഒരു കുത്തി അതിന് ശേഷം നമ്മൾ ഒരു ലോങ് ആയിട്ട് ഇവിടെ ഒരു കുത്തി അവിടുന്ന് സ്ട്രെയിറ്റ് ഇതിൻ്റെ ഓപ്പോസിറ്റ് കൊണ്ടുവന്നിട്ട് ഇവിടെ ഒരു കുത്തണം കേട്ടോ. ഇവിടുന്ന് ഒരു ത്രെഡ് എടുത്തിട്ട് സ്ട്രെയിറ്റ് കൊണ്ടുവന്നിട്ട് ഓപ്പോസിറ്റ് ഇവിടെ ഒരു കുത്തുക. അതിൽ നിന്ന് 1 ഇഞ്ച് മേലിലോട്ട് കുത്തുക. ഉണ്ടോ, നിങ്ങൾക്ക് മനസ്സിലാവും തോന്നുന്നു. അത് കഴിഞ്ഞ ശേഷം അവിടുന്ന് ത്രെഡ് നേരെ വലിച്ച് ഇപ്പുറത്തൊരു കുത്തുക. അവിടുന്ന് നേരെ ഈ ത്രെഡിനെ നമുക്ക് ഇതിൽ ഒരു സ്പേസിൽ കുത്തുക. എന്നിട്ട് നേരെ ഓപ്പോസിറ്റ് പോവാം. ഇവിടെ കുത്തുക. ഇവിടെ കുത്തിയ ശേഷം നെക്സ്റ്റ് അവിടുന്ന് കുത്തി ത്രെഡ് എടുത്ത ശേഷം നെക്സ്റ്റ് ഉള്ള ഒരു ഭാഗത്ത് കുത്തുക. അപ്പോൾ ഞാൻ എടുത്തേക്കുന്ന നീഡിൽ നമ്പർ 24 ആണ്. അപ്പോൾ എല്ലാവർക്കും ആ നീഡിൽ ഉപയോഗിച്ച് ഇങ്ങനെ ത്രെഡ് വർക്ക് ചെയ്യാം. എന്നിട്ട് പയ്യെ നമ്മൾ രണ്ടാമത്തെ ചെറിയൊരു കുത്തുക. അതിനുശേഷം അവിടുന്ന് മേളിലേക്ക് കൊണ്ടുവരിക. അടുത്ത നെക്സ്റ്റ് ഇവിടെ കുത്തുക. അതിനുശേഷം അതിൻ്റെ മുമ്പിൽ കുത്തുക. നെക്സ്റ്റ് നേരെ ത്രെഡ് മേളിലേക്ക് പോവുക. ഇവിടെ കുത്തുക. അങ്ങനെ നമ്മൾ ഇത് മൊത്തം ഇതെല്ലാം ചെയ്തേക്കുന്നത് അങ്ങനെ ഫില്ല് ചെയ്ത് വെക്കാം.